തമ്പി വണക്കോ, നല്ല ഇറക്കാ. ഒരു 10 മിനിറ്റ് ഹെൽമെറ്റ് വെച്ചാൽ മതി, മുടിയല്ല ഇത് ഈ പരുവത്തിലാവും. ഇത് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ, മുട്ടയൊക്കെ ഉണ്ട്. നമ്മുടെ ബിരിയാണി ഞാൻ കഴിച്ചു. കവടിയൂർ വ്യൂ പോയിന്റ്, കരടിയൂറോ? കവടിയൂർ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അത് എവിടെ? കവടിയാറാണ്, ബാംഗ്ലൂരല്ലേ? തിരുവനന്തപുരത്ത്. പക്കാ ഗ്രാമം കേട്ടോ. ഒരു ലോറി മറിഞ്ഞ ഹൈവേയിലപ്പം റോഡ് ഫുള്ള് ബ്ലോക്കാണ്. ഒരു പ്രീമിയം റോസ് കോഫി സ്ഥലത്ത് കയറിയതാണ്. ഹനുമാൻ ടെമ്പിൾ അത് നയിക്ക് പോയെങ്കിൽ വണ്ടി അടിച്ചൊരു ടാസ്ക് ആയേനെ. കേട്ടോ മീൽസ് വന്നു, മീൽസ് വന്നാൽ കണ്ടിട്ട് വൈപ്പുണ്ട്. വണ്ടിയൊക്കെ തട്ടിയാലും ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി അങ്ങ് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സ്റ്റീക്കൻ നേച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നലെ വെളുപ്പിന് ഇട്ടതാണ് ഇത് മെൽവിന്. ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഏർക്കാട് വന്നതാണ്, സേലം ഏർക്കാട്. എന്നിട്ട് അവിടെ കരടിയൂർ വ്യൂ പോയിന്റിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ഇങ്ങ് പോന്നു. നമ്മുടെ തൃശ്ശൂർ, കോയമ്പത്തൂർ, ഈറോഡ്, സേലം നേരെ വന്നു. മെലുവും ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, അങ്ങനെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സേലത്തു നിന്ന് താഴെ തൊട്ട് ഇങ്ങോട്ട് കയറുന്നത് തൊട്ടാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു സ്റ്റേ കഴിഞ്ഞ് ഇവിടെ വരെ വന്ന് കറങ്ങി അടിച്ച് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ടോപ്പ് പോയിൻ്റാണ്. കുറേ ഹെയർ പിന്നൊക്കെ കയറി. ഏർക്കാട് റൂട്ട് ഭയങ്കര രസമാണ് കേട്ടോ, ഇച്ചിരി ഫേമസ് ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അല്ല നമുക്ക് വീഡിയോ കാണാം. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇതിവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി തുടങ്ങിയത് തൊട്ട് പിന്നെ സ്റ്റേ ഒക്കെ അടിച്ച് ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കറങ്ങിപ്പോവല്ലേ, തിരിച്ച് കറങ്ങി ഒക്കെ പോകാനുള്ള. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും ഒരു വെയിലാറുന്ന സമയത്തേ ഇറങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. പക്ഷേ ഇവിടെ വലിയ സീനൊന്നുമില്ല, സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ തമിഴ്നാട് റൂട്ട് പിടിച്ച് ഡിണ്ടിഗലൊക്കെ പിടിച്ചിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള യാത്രകളും പരിപാടികളും കണ്ടിട്ട് വാ, ബാക്കി യാത്രയെ കൂടെ കാണാം. അപ്പോൾ ഇതാ നമ്മൾ യാത്ര തുടങ്ങി. ഏതാണ്ട് വൈകുന്നേരം സമയമായിട്ടുണ്ട്. അത്യാവശ്യം ഏതാണ്ട് 4 മണിയായടാ, 4 അല്ലേ, 4 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മടുത്തു. ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയതാണ്, ഞാനും അതിലും അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് എപ്പോഴാണ് നല്ല മഴ, പിന്നെ കിടിലം ബ്ലോക്ക്. നമ്മുടെ കോയമ്പത്തൂർ റൂട്ട് എന്നല്ല, തൃശ്ശൂർ അങ്കമാലി തൊട്ട് തൃശ്ശൂർ റൂട്ടിൽ പണി നടക്കുവാണ്. പിന്നെ അങ്ങോട്ട് ബാക്കിയും പണി നടക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, തൃശ്ശൂർ വരെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോസ് എല്ലാം ഷോക്കും, അതുകൊണ്ടൊന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളുപ്പിനിറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടിച്ചോടിച്ച് ഇവിടെ എത്തി. നമ്മൾ സേലം കഴിഞ്ഞ്, അതായത് കോയമ്പത്തൂർ, ഈറോഡ്, സേലം വഴി ഇവിടെ എത്തി. സേലത്തു നിന്ന് ഏർക്കാട് കയറിയത് ഫസ്റ്റ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഹെയർ പിന്ന് തുടങ്ങുകയാണ്. അപ്പം മെൽവിൻ ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഏതാണ്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോൾ ഇവനോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി, വളരെ കൃത്യസമയത്ത് ഇറങ്ങി. ഏതോ കാട്ടിക്കൂടെയൊക്കെ ഇപ്പോൾ കയറി വന്നത്. ഓക്കെ, നിന്നെ ചവിട്ടിച്ചോ? എന്നിട്ട് ഞാൻ ഈ കാട്ടിക്കൂടെ ഇറങ്ങിയത്. ഏത് കാട്ട്? ഇതിന്റെ തൊട്ട് കാട് വേറൊരു ചെക്ക് പോസ്റ്റ് ഇല്ലേ സൈഡിലേക്ക്, അതിലേക്കൂടെ കയറി വന്നോ? അവരെന്നാ പറഞ്ഞു? ഇവനൊക്കെ നല്ല സ്കീം. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, മറ്റേ വലിയ ബോർഡൊക്കെ വെച്ച്. ഓ, നീ അപ്പൊ ഇങ്ങോട്ട് കയറി വന്നോ? എന്നിട്ട് എന്നാ പറഞ്ഞു? ഒന്നുമില്ല, ഞാൻ നൈസായിട്ട് ഞാൻ 9ാമത്തെ ഹെയർ പിൻ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സമാധാനമായിട്ട് ഇപ്പോഴാണ് ഇനിയിപ്പോൾ ഒന്ന് റൂമിലോട്ട് കയറാൻ പോകുന്നത്. കുഴപ്പമില്ല കേട്ടോ, പുതിയൊരു പ്രോപ്പർട്ടിയാണ്, അതിൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച്
അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു 11 മണി 10 മണിയൊക്കെ ആയി. പക്ഷേ നല്ല അടിപൊളി ഉറക്കമായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഉറക്കമായിരുന്നു, ക്ഷീണം കാരണം. എന്നിട്ട് ഞങ്ങളിവിടെ ഈ ഏർക്കാട് ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1-2 സ്പോട്ടൊക്കെ നോക്കിയപ്പം ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 12 മണി സമയമായി. അപ്പോൾ ഇവരുടെ ഇവിടെ 12 മണി ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഉച്ചയാകുമ്പോൾ ചെന്നാലും പൊറോട്ടയും ദോശയും വേണ്ടി വന്നാൽ കിട്ടൂല, പക്ഷേ ആ പരിപാടിയില്ല. അപ്പം ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിപ്പം മീൽസ് ഇപ്പോൾ തന്നെ റെഡിയായി. അതുപോലെ ചിക്കൻ ബിരിയാണി, തമിഴ്നാടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഞാൻ ഒരെണ്ണം പറഞ്ഞു, ഇവർ മീൽസ് പറഞ്ഞു. ചിക്കൻ പെപ്പർ ഫ്രൈ അല്ലേ പറഞ്ഞേ? ചിക്കൻ പെപ്പർ ഫ്രൈ ഇത് കൂട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞു. പിന്നെ അതിൽ നോയമ്പിലാണ്, അതുകൊണ്ട് അതിൽ വെജാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു ഉച്ച അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ സീനില്ല, പക്ഷേ ഇച്ചിരി അങ്ങോട്ടും പറയാൻ വൻ ചൂടായിരിക്കും. പിന്നെ വഴികൾ വലിയ രസമുണ്ട്, പക്ഷേ എന്നാൽ ഈ ടൗൺ ഏരിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ക്രൗഡഡാണ്. അത്ര ഭയങ്കര ടൂറിസ്റ്റ് സംഭവം ഇതാക്കി വെച്ചേക്കുന്ന ആ സ്കീമൊന്നുമില്ല. പക്ഷെ കയറി വന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു. ഏതോ 1-2 സ്പോട്ട് മെൽവിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് പോയിട്ട് ഏതാണ്ട് വെയിലാറുന്ന കണക്കിന് പോകാനുള്ള പരിപാടിയാണ്. സെയിം നമ്മൾ തിരിച്ചു പോകുമ്പോൾ പക്ഷേ നമ്മൾ തമിഴ്നാട് കൂടുതൽ പിടിച്ചുള്ള റൂട്ടായിരിക്കും. സേലം, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഡിണ്ടിഗൽ റൂട്ടിലോട്ട് ചാടി തേനി കമ്പം വഴി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് വന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കേട്ടോ മീൽസ് വന്നാൽ കണ്ടിട്ട് വൈപ്പുണ്ട്. ബിരിയാണി ഒരു 10 മിനിറ്റ് കഴിയും. തൊട്ട് നല്ല അടിപൊളി ചായ ഒക്കെ കിട്ടും അതിനോടോ. എത്ര വലിപ്പമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ചായ. അപ്പോൾ ഇവർ തകർക്കുകയാണ്. മട്ടൺ പെപ്പർ ഫ്രൈ എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷേ മൊത്തത്തിൽ റൈസ് ഇഷ്ടപ്പെട്ടില്ല. അതേ ഇഷ്ടപ്പെട്ടോ? ഒരു തമിഴ് വൈബാണ് കേട്ടോനോ. തന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ബിരിയാണി വന്നിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെ ഉണ്ട്. നമ്മുടെ ബിരിയാണി ഞാൻ കഴിച്ചു. സാലഡ്. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം കാണും. കഴിക്കുക. ഈ വഴി കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ നമുക്കിപ്പോൾ തിരിച്ചു പോയിട്ടുള്ള ഒരു സ്കീം അല്ലെങ്കിൽ വേറൊരു പരിപാടി പിടിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരം എന്ന് പറയുന്ന സാധനം കാണത്തില്ല, നല്ല ചൂടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ഒരു വൈകുന്നേര സമയം വരെ ഇവിടെ സ്പെൻഡ് ചെയ്താൽ സെറ്റാണ്. നമ്മളിത് കരടിയൂർ വ്യൂ പോയിന്റിലേക്കാണ് പോണേ. വഴി ചെറിയൊരു ഓഫ് റോഡുണ്ട്, എന്നാലും വലിയ സംഭവം സീനൊന്നുമില്ല. കാരണം അവിടെ സ്വിഫ്റ്റും അതും ഇതെല്ലാം കിടപ്പുണ്ട്. സീനുള്ള ഒന്നുമില്ല. അങ്ങനെ നമ്മളിതാ കരടിയൂർ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു വ്യൂ പോയിൻ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ കയറി വരുമ്പോൾ ഒരു ചെറിയ ഓഫ് റോഡൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കയറി വരും. പക്ഷേ ഈ ചെടികളും സംഭവമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ആ വ്യൂ പോയിൻ്റ് അത്യാവശ്യം ഹൈറ്റുണ്ട്. ഇപ്പോൾ ഇതാണ് സ്പോട്ട്. അത്യാവശ്യം മൂടിക്കിടക്കുകയാണ്. താഴേക്ക് നല്ല തമിഴ്നാടിൻ്റെ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ ആ ഭാഗമൊക്കെ കുറച്ച് പുല്ലൊക്കെ പിടിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് വരവൊക്കെ ഇച്ചിരി ടാസ്ക്കാണ്. കാറൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയി കഴിഞ്ഞാൽ ഇടയൊക്കെ ഭയങ്കര ശോകമാണ്. അപ്പോൾ ഇത് അത്രയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവാണ്. അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രധാനമായിട്ടും വെയിലടിക്കാതെ
കാണാൻ പറ്റുന്നത്. പിന്നെ റൈഡ് ഈ വഴികളിലൊക്കെ വഴിക്ക് വീതി കുറവും പിന്നെ ഫുള്ള് മൂടി കിടക്കുന്ന വഴിയാണ്, ഒരു തുള്ളി വെയിലടിക്കത്തില്ല, അതൊക്കെ കൊള്ളാം. പിന്നെ ഫുഡ് രസമുണ്ട്, കുടിക്കാനുള്ള ബദാം മിൽക്ക് അത് ഇത് അങ്ങനത്തെ സംഭാരം പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിത് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ ഇരുന്നിട്ട് പിന്നെ പയ്യെ പോകാനുള്ള പരിപാടിയാണ്. അത് എന്തേലും എസ്റ്റേറ്റിൻ്റെ വീടുകളോ. ഞങ്ങളിത് ഇവിടെ ഇടയ്ക്കൊരു സ്പോട്ടിലിങ്ങനെ ചവിട്ടിയതാണ്. മൊത്തം കുറേ സ്ഥലത്ത് ഇതുപോലെ കുരുമുളകിൻ്റെ കൃഷി, കൊടിക്കൃഷി ഇതേ കുറേ ഉണ്ട്. താഴെ കുറച്ച് വെള്ളവും പരിപാടിയൊക്കെ ആയിട്ട് വഴി ഭയങ്കര നൈസാണ് കേട്ടോ. വഴി നല്ല രസമുണ്ട്. ഒരു 10 മിനിറ്റ് ഹെൽമെറ്റ് വെച്ചാൽ മതി, മുടിയല്ലാതെ ഈ പരുവത്തിലാവും. പിന്നെ ഫുള്ള് നമ്മൾ സൺസ്ക്രീനൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുക. പിന്നെ 1 ലിറ്റർ വെള്ളം വെച്ച് അത്യാവശ്യം ഓരോ സ്റ്റോപ്പിലൊക്കെ ഞങ്ങൾ കുടിക്കാറുണ്ട്, എന്നാലേ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ വെറുതെ ഈ ഒരു വൈബിലാണ് ഫുൾ വഴി. അവിടെ വരെ മിക്കവാറും ഈ ഒരു വൈബായിരിക്കും. ഭയങ്കര രസമാണ്, നല്ല തണുപ്പാണ്. പിന്നെ ചുമ്മാ വണ്ടി കിടത്തി അങ്ങ് പോവാം, ആ ഒരു വൈബ് റൂട്ടാണ്. ഹനുമാൻ ടെമ്പിൾ നല്ല വെൽ മെയിൻറ്റെയിൻഡ് കുളം. ഈ റൂട്ടിനിടയ്ക്ക് ഇങ്ങനെ നല്ല വൃത്തിക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണ് മൊത്തം. ഓക്കെ ഓക്കെ, എന്നാൽ അത് പിടിക്കാം. അങ്ങോട്ടോ കേസ്. അങ്ങനെ ഞാനൊരു സിബ് അടച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മൈക്കിന് എന്തേരം പുറകിൽ പോയി നോക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതായിട്ട് ഒട്ടുകടെ പോയി നോക്കിയപ്പോൾ സാധനം കിട്ടി. അയ്യോ, അത് മൈക്ക് പോയെങ്കിൽ ഇച്ചിരി ടാസ്ക് ആയേനെ. ഈ വഴി ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ. ഞങ്ങൾ എൻ്റെ ഗോപ്രോയുടെ ചാർജ് തീർന്നു പോയി. പക്ഷേ ഈ വഴി ഫുള്ള് ഓഫ് റോഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഓർക്കുന്നില്ല അല്ലേ? അങ്ങനത്തെ എന്തോ പെട്ടി അങ്ങോട്ടല്ലേ? അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മളോട് അവരൊക്കെ ഒരു അമ്പലത്തിൻ്റെ അതിലൊക്കെ ഇറങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയിരുന്നത്. വഴിയൊന്നും ഇല്ലെന്ന് തോന്നും. നാട്ടുകാരോട് ചോദിച്ചാൽ വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇനി ഇത്ര നട കയറണം. ഇതാണ് നമ്മൾ കയറി വന്ന സ്പോട്ട്. ഇത് കൊള്ളാം. നല്ലൊരു ഓഫ് റോഡാണത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്ന ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ്. മുളക് കണക്കായിട്ടേക്കാ. ഓ, தம்பி வணக்கம், நல்லா இருக்கா? வேகம் പക്കാ ഗ്രാമം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആ മെയിൻ വ്യൂ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഫോട്ടോസിലൊക്കെ കാണുന്നത്. പക്ഷേ ഇതുണ്ട് ഇതുപോലെ ഹെയർ പിന്നുകളാണ് താഴോട്ട് കുറേ വഴികളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴോട്ടിറങ്ങി പോവാം. അപ്പോൾ ഇതാ നമ്മൾ ഫുൾ മോളിൽ നിന്ന് ഇറങ്ങി ഏർക്കാട് ഇറങ്ങി താഴെ വന്ന് ഞാനും അതിലും കയറുന്നതിന് മുന്നേ ചായ കുടിച്ചിരുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും കുറച്ച് ചായയും വെള്ളമൊക്കെ കുടിച്ച് ഏതാണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഇനിയിപ്പോൾ നേരെ സേലം പിന്നെ ഡിണ്ടിഗൽ പിടിച്ച് നമ്മൾ അങ്ങ് പോവാണ്. തേനി, കമ്പം, കുമളി, കുട്ടിക്കാനം, മുണ്ടക്കയം ആ വഴി. അപ്പോൾ അത്യാവശ്യം ഇനിയിപ്പം ചൂടില്ലാത്തതുകൊണ്ട് വലിയ സീൻ കാണത്തില്ല, വെയിലില്ല ആ ഒരു സീനിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുൾ ആ തമിഴ്നാട് വൈബ് പിടിച്ച് ആ വൈബ് പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് അങ്ങ് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഞാൻ ആഡ് ചെയ്തോളാം. ഞാൻ ഏതാണ്ട് വീഡിയോ എൻഡ് ചെയ്യണം. അപ്പോൾ പിന്നെ സാധനങ്ങളെല്ലാം ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഞാൻ പിന്നെ മറ്റേ ഗോപ്രോ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫുൾ വ്ലോഗിങ് അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് വേറൊരു രീതിക്കാണ് ഞാൻ മറ്റേ നമ്മുടെ വോയിസ് ഓവർ ചെയ്യുന്ന പരിപാടി അല്ലല്ലോ അങ്ങനത്തെ സംഭവം. അപ്പോൾ ഇത് ഇമാരെല്ലാം മെൽവിൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അതിലെവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ ബൈ.